ഹായ്, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 4 CBSE 4ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ കേരള സിലബസിലെ 3ാം ക്ലാസ്സിലും പഠിക്കാറുണ്ടോ നിങ്ങളെ കൊച്ചുപൂവ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ കൊച്ചുപൂവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് ഇതിനകത്ത് പഠിക്കുന്നത്? ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഒരു ചുവന്ന പൂവിനെ നോക്കി ഒരു കുട്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു ചുവന്ന പൂവിനെ നോക്കിയിട്ട് ഒരു കുട്ടി എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് കേട്ടോ. നോക്കി കുഞ്ഞുങ്ങളെ, ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഒരു കവിതയിലെ കുറച്ച് വരികളാണ്. ഓക്കെ. ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാൾ എങ്ങു നീ പോയി പൂവേ. എന്താണ്? ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാൾ എങ്ങു നീ പോയി പൂവേ. മണ്ണിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നോ അതോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ? കുട്ടികൾ നല്ലതുപോലെ ഇത് നിങ്ങൾ രക്ഷകർത്താക്കൾ കണ്ടിട്ട് കുട്ടികൾക്ക് കേൾക്കാൻ തന്നെ കൊടുക്കണം കേട്ടോ. അന്ന് കേട്ടാണ് ആദ്യം പഠിക്കേണ്ടത്, പിന്നാണ് അവരെ എഴുതാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇത്തിരി പൂവേ എന്ന് വെച്ചാൽ ചെറിയ പൂവില്ലേ, ചെറിയ പൂവിനെ നോക്കിയിട്ട് ഒരു കുട്ടി പറയുന്നതാണ് ഈ ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാൾ എങ്ങു നീ പോയി പൂവേ. ഇത്രയും നാൾ നീ എവിടെയായിരുന്നെന്ന് ഒരു പൂവിനെ നോക്കി ഒരു കൊച്ചു പറയാം. എന്നിട്ടോ, നീ മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ അതോ മറ്റുള്ള പൂക്കളെയൊക്കെ കാത്തിരിക്കുകയായിരുന്നോ എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇനി വന്നതു നന്നായി തെല്ലുനേരം വല്ലതും പാടിക്കളിക്കാം സ്വൈര്യം. എന്താണ്? നീ വന്നത് നന്നായി. എന്താ തെല്ലുനേരം എന്ന് വെച്ചാൽ കുറച്ച് സമയം. നീ വന്നത് നന്നായി. തെല്ലുനേരം എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് നീ വന്നത് നന്നായി. നമുക്ക് എന്താണ് വല്ലതും പാടി കളിച്ചുകൊണ്ട് ഇരിക്കാവുന്ന. ഇനി ചെമ്മേറുമീ ഉടുപ്പ് ആര് തന്നു? ചെമ്മേറെന്ന് വെച്ചാൽ എന്താ? ഈ ചുവന്ന ഉടുപ്പ് നിനക്ക് ആരാണ് തന്നത്? ഈ കൊച്ച് ഈ പൂവിനോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ. കുട്ടി പൂവിനോട് എന്തെല്ലാമാണ് ചോദിക്കുന്നത്? ചെമ്മേറുമീ ഉടുപ്പ്, ഈ ചുവന്ന ഉടുപ്പ് നിനക്ക് ആരാണ് തന്നത്? ആരാ? നീ ചേച്ചിക്കൊന്ന് ഉമ്മ വെക്കാനേ തോന്നൂ. ചേച്ചിക്ക് ഒന്ന് ഉമ്മ വെക്കാനേ തോന്നൂ. അത് കൂട്ടി എഴുതുമ്പം ചേച്ചിക്കൊന്ന് ഉമ്മ വെക്കാനേ തോന്നൂന്ന. ഓക്കെ. കാറ്റടിച്ചോമനെ വീണീടൊല്ലെ, വീണീടല്ലേ എന്നല്ല, വീണീടൊല്ലെ എന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പം നീ വീഴല്ലേ. വീണീടൊല്ലെ എന്ന് വെച്ചാൽ വീഴല്ലേ എന്നാ. കാലത്തെ വെയിലേറ്റ് വാടിയിടൊല്ലെ, എല്ലാം വീണീടൊല്ലെ വാടിയിടൊല്ലെ എന്നാ പറഞ്ഞത്. പക്ഷേ നീ കാറ്റടിച്ച് ഓമനെ നീ വീഴല്ലേ, കാലത്ത് വെയിലേറ്റ് നീ വാടി പോകല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? അതായത് ഒന്നുകൂടെ പറയാം. ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാൾ എങ്ങു നീ പോയി പൂവേ. മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ അതോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ? വന്നതു നന്നായി തെല്ലുനേരം വല്ലതും പാടിക്കളിക്കാം സ്വൈരം. ചെമ്മേറുമീ ഉടുപ്പ് ആര് തന്നു? ചേച്ചിക്കൊന്ന് ഉമ്മ വെക്കാനേ തോന്നൂ. കാറ്റടിച്ചോമനെ വീടിയിടൊല്ലേ, കാലത്തെ വെയിലേറ്റ് വാടിയിടല്ലേ. 2, 4, 6, 8, 10 വരിയാണ്. ചെറിയ 10 വരിയാണ്. ഈ പാട്ട് സ്പീഡിൽ പറഞ്ഞ് പഠിക്കണം. ഇത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ കൊച്ചുപൂവ് എന്ന കവിതയാണ് കേട്ടോ ഞങ്ങളെ. ഇനി ഞാൻ ഈ പാട്ട് നിങ്ങൾക്ക് താഴെ ഒന്നുകൂടെ പറയാം. അതിനകത്തിലെ അർത്ഥങ്ങൾ അർത്ഥം ചോദിക്കും. ഇത്തിരി പൂവേ എന്ന് വെച്ചാൽ ചെറിയ പൂവേ, തെല്ല് എന്ന് വെച്ചാൽ കുറച്ച്, സ്വൈരം എന്ന് വെച്ചാൽ സമാധാനം, ചെമ്മേറും എന്ന് വെച്ചാൽ ചുവന്ന അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള, വീണീടൊല്ലെ എന്ന് വെച്ചാൽ വീഴല്ലേ, വാടിയിടൊല്ലെ എന്ന് വെച്ചാൽ വാടല്ലേ. ഇനി ഇതിന് വിപരീതം പറയുന്നുണ്ട്. അടിയിൽ മുകളിൽ ഇത്തിരി ഒത്തിരി പോയി വന്നു. പിരിച്ചെഴുതുക. ഇത്തിരി പൂവേ എന്ന് വെച്ചാൽ ഇത്തിരി അധികം പൂവേ. മണ്ണിനടിയിൽ മണ്ണിന് അധികം അടിയിൽ. ചെമ്മേറും ചെം അധികം ഏറും. ഇത് ഞാൻ എഴുതിയത് കാണിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയ കുഞ്ഞുങ്ങളെ, ഇത്തിരി പൂവേ എന്ന് വെച്ചാൽ ചെറിയ പൂവേ, തെല്ല് എന്ന് വെച്ചാൽ കുറച്ച്, സ്വൈരം എന്ന് വെച്ചാൽ സമാധാനം, ചെമ്മേറും എന്ന് വെച്ചാൽ ചുവന്ന അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള, വീണീടൊല്ലെ എന്ന് വെച്ചാൽ വീഴല്ലേ, വാടിയിടൊല്ലെ എന്ന് വെച്ചാൽ വാടല്ലേ. ഓക്കെ. ഇനി അതിൻ്റെ വിപരീതം നോക്കിയേ. അടിയിൽ മുകളിൽ ഇത്തിരി ഒത്തിരി പോയി വന്നു. ഇത് സമാധാനത്തെ ഇരുന്ന് എഴുതി പഠിക്കണം കേട്ടോ. ധൃതി ആർക്കും മലയാളവും ഒക്കെ, മലയാളം ആയാലും മാത്സ് ഏത് വിഷയമായാലും സമാധാനത്തെ ഇരുന്ന് എഴുതി തന്നെ പഠിക്കണം.
ഓക്കെ, പിരിച്ചെഴുതുക. ഇത്തിരി പൂവേ, ഇത്തിരി അധികം പൂവേ, അല്ലേ? എന്ന് വെച്ചാൽ കൂട്ടക്ഷരങ്ങൾ മാറുന്നതാണ്. പിരിച്ചെഴുതാന്ന് വെച്ചാൽ ഇത്തിരി പൂവേ, ഇപ്പ വന്നില്ലേ, അതെന്താണ്? പൂവയായി. മണ്ണിനടിയിൽ, ഇന്ന കണ്ടോ, മണ്ണിന് അധികം അടിയിൽ. ചെമ്മേറും, ചെം അധികം ഏറും. ഓക്കെ, ഇനി ഇതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കിക്കേ. നമ്മൾ പാടത്തിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ടെസ്റ്റിലും ഇതിലെ 1-2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. നോക്കൂ നിങ്ങളെ. ഈ കൊച്ചു പൂവിൻ്റെ നിറമെന്ത്? നമുക്ക് ആ പാട്ട് പഠിക്കുമ്പോൾ അറിയാം. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. കൊച്ചു പൂവിൻ്റെ നിറമെന്ത്? ചുവപ്പ്. പൂവ് എവിടെ ഒളിച്ചിരുന്നു എന്നാണ് കുട്ടി പറയുന്നത്? മണ്ണിനടിയിൽ. എവിടെയാണ്? പൂവ് എവിടെ ഒളിച്ചിരുന്നു എന്നാണ് കുട്ടി പറയുന്നത്? മണ്ണിനടിയിൽ. പൂവ് വന്നത് നന്നായി എന്ന് കുട്ടിക്ക് തോന്നാൻ കാരണം എന്ത്? പൂവ് വന്നത് നന്നായി എന്ന് കുട്ടി പറയാൻ കാര്യം എന്താ? കുട്ടിക്ക് സ്വൈര്യമായിട്ട് ആ പൂവിനോട് പാട്ടുപാടി കളിക്കാം. അതുകൊണ്ടാണ് കുട്ടി പൂവ് വന്നത് നന്നായെന്ന് പറയുന്നത്. പൂവിന് എന്ത് നൽകാനാണ് കുട്ടി ആഗ്രഹിച്ചത്? പൂവിന് ഒരു ഉമ്മ നൽകാനാണ് കുട്ടി ആഗ്രഹിച്ചത്. പിന്നെ പൂവ് എന്തെല്ലാം ചെയ്യണമെന്നാണ് ഈ കുട്ടി ഉപദേശിച്ചത്? കാറ്റടിച്ച് വീഴാതെയും വെയിലേറ്റ് വാടാതെയും നോക്കണമെന്ന് കുട്ടി ഉപദേശിക്കുന്നു. കുട്ടി പൂവിനോട് എന്തൊക്കെ പറഞ്ഞു? നീ കാറ്റടിക്കുമ്പം വീഴരുത്, അതുപോലെയുള്ള വെയിലേറ്റ് വാടിപ്പോകരുത്, അതൊക്കെ നീ നോക്കണമെന്നാണ് കുട്ടി ഈ പൂവിനോട് ഉപദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളോട് ടീച്ചർ ചോദിക്കും. അപ്പം കൊച്ചു പൂവിൻ്റെ നിറം ചുവപ്പാണ്. പൂവ് എവിടെ ഒളിച്ചിരുന്നു എന്നാണ്? മണ്ണിനടിയിലാണ് പൂവ് ഒളിച്ചിരുന്നതെന്ന് ചോദിച്ചത്. പൂവ് വന്നത് നന്നായി എന്ന് കുട്ടിക്ക് തോന്നി എന്താണ്? പൂവിനോട് കുറച്ചു നേരം സ്വൈര്യമായിട്ട് പാട്ട് പാടി കളിക്കാവുന്നത്. പൂവിന് എന്ത് നൽകാനാണ് കുട്ടി ആഗ്രഹിച്ചത്? പൂവിനൊരു ഉമ്മ നൽകാൻ. പൂവ് എന്തെല്ലാം ചെയ്യണമെന്നാണ് കുട്ടി ഉപദേശിക്കുന്നത്? കാറ്റടിച്ച് വീഴാതെയും വെയിലേറ്റ് വാടാതെയും നോക്കണമെന്ന് കുട്ടി ഉപദേശിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇത് ഇത്രയും, അതായത് പാട്ട് ഉണ്ട് കണ്ടോ. കൊച്ചുപൂ ടെസ്റ്റ് കിട്ടാത്തവർ കണ്ടോ. കൊച്ചുപൂവ് ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ്. ഓക്കെ, ഇത് ഇത്രയും ഈ പാഠത്തിൽ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇത് പാട്ടാണ്. പിന്നെ ഇത് അർത്ഥം എഴുതുക, വിപരീതം എഴുതുക, പിരിച്ചെഴുതുക കേട്ടോ. നിങ്ങൾ 4ാം ക്ലാസ്സിൽ ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇത് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുമാണ്. നിങ്ങളിത് മ്യൂട്ട് ചെയ്തിട്ട് അല്ലെ പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ ഇരുന്നിരുന്ന് പഠിക്കണം. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് പറയാം. ഓക്കെ, താങ്ക് യു.